ഒന്ന് കേട്ടോളേടാ, മിസ്സാക്കരുത്. ഇത് മിസ്സാക്കിയ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നല്ലൊരു ചാൻസ് ആയിരിക്കും കളയാൻ പോകുന്നത്. മാർച്ച് 2 റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാം അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ്. ഓർക്കുക, ഞാൻ ഈ പറയുന്നത് ഫെബ്രുവരി 25-നാണ്. ഇനി നിങ്ങളുടെ മുമ്പിൽ 5 ദിവസങ്ങളുണ്ട്. 10 മിനിറ്റ് മാത്രം മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് ഈ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് ഈ എക്സാമിന്റെ പ്രത്യേകത? ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് മാത്രമാണ്. നിങ്ങൾ 10ാം ക്ലാസ് പാസ്സാണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഏജ് ലിമിറ്റ് വരുന്ന ജനറൽ കാറ്റഗറി ആണെങ്കിൽ 33 വയസ്സും, OBC ആണെങ്കിൽ 36 വയസ്സും, SC ST ആണെങ്കിൽ 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ പ്രത്യേകത ഏറ്റവും മികച്ച സാലറിയാണ്. നിങ്ങൾ കയറുമ്പോൾ തന്നെ 40,000 പ്ലസ് സാലറിയിലായിരിക്കും നിങ്ങൾ പ്ലേസ്ഡ് ആവാൻ പോകുന്നത്. ഓർക്കാം, ഇവിടെ കേരള PSC നടത്തുന്ന ഒരു സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ആയിട്ട് ഡിഗ്രി ലെവൽ പരീക്ഷ ക്രാക്ക് ചെയ്ത് പോകുന്ന ഒരു കുട്ടിക്ക് ആദ്യം കിട്ടുന്നത് ചിലപ്പോൾ 36,000 37,000 ആ റേഞ്ച് ആയിരിക്കും. പക്ഷേ നിങ്ങൾ കയറാൻ പോകുന്നത് 40,000 പ്ലസ് സാലറിയിലാണ്. കാര്യം പുതിയ പേ കമ്മീഷൻ വരാൻ പോകുന്നു. ഇനി ഏറ്റവും മികച്ച പ്രൊമോഷൻ ചാൻസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ട്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ +2 ആണ്, ഡിഗ്രി ആണ്, അല്ലെങ്കിൽ ഡിപ്ലോമയാണ്, BTech ആണെങ്കിൽ നിങ്ങൾ കയറുന്ന അന്ന് മുതൽ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി മുകളിലോട്ട് പോകാൻ പറ്റും. വളരെ പെട്ടെന്ന് പ്രൊമോഷൻ. മാത്രമല്ല പെൻഷൻ വരുന്നത് UPS ആണ്. അതായത് നിങ്ങൾ അവസാനം സർവ് ചെയ്യുന്ന 6 മാസത്തിന്റെ ആവറേജ് സാലറിയുടെ പകുതിയായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ കിട്ടാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. അത് ഫാമിലിയും കൂടെ കവേർഡ് ആണ്. ഏറ്റവും നല്ല സാലറി, ഏറ്റവും നല്ല പ്രൊമോഷൻ ചാൻസ്. മാത്രമല്ല എക്സാമിന്റെ കോമ്പറ്റീഷൻ ലെവൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. എന്ന് വെച്ചാൽ NTPC ഗ്രാജുവേറ്റ്, NTPC അണ്ടർ ഗ്രാജുവേറ്റ്, ഇതൊക്കെ നോക്കുമ്പോൾ അവിടെ കട്ട് ഓഫ് വരുന്നത് ചിലപ്പോൾ 80+ ആയിരിക്കും. പക്ഷേ ഗ്രൂപ്പ് ഡിയുടെ കട്ട് ഓഫ് ഒരു 70 74 ആ റേഞ്ച് ആയിരിക്കും വരുന്നത്. മാത്രമല്ല എക്സാമിന്റെ നിലവാരം 10ാം ക്ലാസ് റേഞ്ചിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ SSC ആണെങ്കിൽ ഇപ്പോൾ പുതിയ വെണ്ടർ മാറി, എഡ്യൂക്കേറ്റീവ് ആയി, എക്സാം പാറ്റേൺ മൊത്തം മാറി, ചിലപ്പോൾ അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി അത് കഴിഞ്ഞ NTPC നോക്കുകയാണെങ്കിലും അത്ര ഈസി അല്ല. നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാമിന് പിടിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഗ്രൂപ്പ് ഡി അങ്ങനെയല്ല. ജൂൺ ജൂലൈ ആ മാസങ്ങളിലൊക്കെ ആയിരിക്കും എക്സാം നടക്കാൻ പോകുന്നത്. ഇനി നിങ്ങളുടെ മുമ്പിൽ 5 മാസങ്ങളുണ്ട്. ഒരു എക്സാം മാത്രമേ വരുന്നുള്ളൂ, ഒറ്റ എക്സാം മാത്രം, CBT 1 എന്ന ഒരു എക്സാം മാത്രം. അതായത് ഈ 5 മാസം ഒന്ന് മാറ്റി വെച്ചാൽ, എല്ലാ ദിവസം 3 മണിക്കൂർ 3.5 മണിക്കൂർ നിങ്ങളൊന്ന് മാറ്റി വെക്കാൻ റെഡിയാണെങ്കിൽ 2027 ആദ്യം തന്നെ നിങ്ങൾ ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് മാറും, സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് മാറും. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ മക്കളെ, ഇത്രയും ചാൻസുകളാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കളയാൻ പോകുന്നത്. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: ഈ ചാൻസ് കളയണം അതോ ലൈഫ് സെറ്റിൽ ആക്കണം? നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് 5 മാസം ഒന്ന് മാറ്റി വെച്ചാൽ ലൈഫ് സെറ്റിലാകുമെങ്കിൽ അതിനേക്കാളും അപ്പുറമുള്ള ഒരു തിരക്ക് മാർക്കും ഇല്ല. സോ അപ്ലൈ ചെയ്തോ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സ് ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ പുള്ളിയെ കൂടെ ഒന്ന് അറിയിച്ചോ, അവരെ കൂടെ ഒന്ന് അറിയിച്ചോ. എല്ലാവരും അപ്ലൈ ചെയ്യട്ടെ. എന്നിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോ. സൂപ്പർ നോട്ട്സ് ഫുൾ സപ്പോർട്ടുമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങളുടെ പുതിയ ബാച്ച് മാർച്ച് ആദ്യം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അവിടെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ക്ലാസ്സസ് കിട്ടിയിരിക്കും. അത് മലയാളത്തിലും ഇംഗ്ലീഷിലും കിട്ടിയിരിക്കും. ഏറ്റവും മികച്ച നോട്ട്സ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അടിപൊളി മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. സോ ഈ ചാൻസ് മിസ്സാക്കണ്ട. സോ മാർച്ച് ആദ്യം നമുക്ക് ക്ലാസ്സിൽ കാണാം. അതിനു മുമ്പായിട്ട് ഓടിപ്പോയി നിങ്ങൾ അപ്ലൈ ചെയ്തോ. മറക്കണ്ട, ഈ ചാൻസ് മിസ്സാക്കരുത്.